ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഈ രണ്ട് ഷേപ്പിൻ്റെ പെരിമീറ്റർ എങ്ങനെ കാണുന്നതെന്ന് നമുക്കൊന്ന് പഠിച്ചാലോ. ഇന്നൊരു മാത്സ് ക്ലാസ്സാണ്. പെരിമീറ്റർ കാണാനായിട്ട് ആദ്യത്തെ ഷേപ്പാണ്, അത് റെക്റ്റാങ്കുലർ ഷേപ്പാണ്. റെക്റ്റാങ്കുലർ ഷേപ്പ് രണ്ട് സൈഡ് ഒരേപോലെ ഇരിക്കും. രണ്ട് സൈഡിന് ലെങ്ത്ത് കൂടുതലായിരിക്കും, രണ്ട് സൈഡ് ലെങ്ത്ത് കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ 4 സൈഡിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ ആഡ് ചെയ്ത് വെച്ചാൽ മതി. പെരിമീറ്റർ കാണാൻ വളരെ ഈസിയാണ്. അപ്പോൾ അതിനൊരു ഫോർമുല എവിടെയുണ്ട്. 2 ടൈംസ് ആ ബ്രാക്കറ്റ് കൊടുത്തേക്കുന്നത് ടൈംസ് ആണ്. ആ ബ്രാക്കറ്റിൽ പിന്നെ ലെങ്ത്ത് പ്ലസ് വിഡ്ത്ത്. അപ്പോൾ രണ്ട് സൈഡിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എല്ലാ സൈഡിൻ്റെയും നമ്മൾ ആഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ പെരിമീറ്റർ, റെക്റ്റാങ്കുലറിൻ്റെ പെരിമീറ്റർ അങ്ങനെയാണ് കാണുന്നത്. പിന്നെ ഒരു സർക്കിളാണ് കൊടുത്തേക്കുന്നത്. സർക്കിളിൻ്റെ പെരിമീറ്റർ കാണാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. അത് πd എന്ന് പറയും. അതല്ലെങ്കിൽ 2πr. പൈ എന്ന് പറഞ്ഞാൽ 3.14 ആണ് പൈയുടെ മെഷർമെൻറ്റ്. അതെപ്പോഴും നമ്മൾ 3.14 ആണ് പൈയുടെ മെഷർമെൻറ്റ്. πd വരുമ്പോൾ d എന്ന് പറഞ്ഞാൽ ഡയാമീറ്ററാണ്. അതിൻ്റെ ഉള്ളിലുള്ള മൊത്തത്തിലുള്ള ലൈനാണ്. ആ ലൈനിൻ്റെ മെഷർമെൻറ്റ് അവിടെ ഉണ്ടാവും, ഡയാമീറ്റർ ഇത്ര എന്നുള്ളത്. അപ്പോൾ ആ ഫോർമുല വെച്ച് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ചിലപ്പോൾ ഡയാമീറ്റർ കൊടുക്കത്തില്ല. ഡയാമീറ്റർ ഫുൾ ലെങ്ത്തിൻ്റെയാണ്. ചിലപ്പോൾ ഹാഫ് ലെങ്ത്ത് വരെ ക്വസ്റ്റ്യൻ കൊടുക്കത്തുള്ളൂ. അത് 6 എന്നായിരിക്കും. റേഡിയസ് ആണത്. അപ്പോൾ റേഡിയസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല 2πr യൂസ് ചെയ്യണം സർക്കംഫറൻസ് കാണാൻ, അതല്ലെങ്കിൽ പെരിമീറ്റർ കാണാനായിട്ട്. അത് റേഡിയസ് അല്ല, ഫുൾ ഡയാമീറ്റർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഫോർമുല വെച്ച് ചെയ്യാം. πd പൈ എന്ന് പറഞ്ഞാൽ 3.14, അതെപ്പോഴും 3.14 തന്നെയായിരിക്കും. ടൈംസ് πd എന്ന് പറയുമ്പോൾ ഡയാമീറ്ററിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് πd ഓർ 2πr. d എന്ന് പറയുന്നത് ഡയാമീറ്റർ, r എന്ന് പറയുന്നത് റേഡിയസ്. പൈയുടെ മെഷർമെൻറ്റ് 3.14 ആണ് എപ്പോഴും പൈയുടെ മെഷർമെൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.